ഇന്നൊരു ഓറഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓറഞ്ച് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് റൂം ടെമ്പറേച്ചറുള്ള 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. പൊടിച്ചതോ പൊടിക്കാത്തതോ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ച് എസൻസ് ചേർത്ത് കൊടുക്കാം. എസൻസ് ഇല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ സെസ്റ്റ് ആണെങ്കിലും ചേർത്താൽ മതി. പക്ഷേ വെള്ള ഭാഗം പെടാതെ വേണം ചേർക്കാൻ. ഈ ഒരു എസൻസ് ആണ് ഞാൻ ചേർക്കുന്നത്. ഇനി നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ചേർക്കാം. ബട്ടർ ആണെങ്കിൽ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ, ചൂടോടെ ചേർക്കരുത്. ഇതൊന്ന് മിക്സ് ആവാൻ ഒരു 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് പകുതി അരിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ തന്നെ ബാക്കി പകുതി കൂടി ചേർത്തിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചാണെങ്കിലും ഇത് ചെയ്യാം, പക്ഷെ ഫസ്റ്റ് സ്പീഡിലിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഇവിടെ ലംസ് ഒന്നും ഇല്ലാതെ ഒന്ന് ഫോൾഡ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറുള്ള പാലാണ് ചേർക്കുന്നത്. ചെറു ചൂടുള്ള പാലാണെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കളർ വേണ്ട എന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട. ഇപ്പോൾ ഓറഞ്ച് കേക്ക് അല്ലേ, അതുകൊണ്ടാണ് കുറച്ച് ഓറഞ്ച് കളർ ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ വിനെഗർ അല്ലെങ്കിൽ നാരങ്ങ നീരാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ലൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ റൗണ്ട് കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്, 7 ഇഞ്ചിൻ്റെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് പോകാനായിട്ട്. 10 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ബേക്ക് ചെയ്യാം. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 1 മണിക്കൂർ ബേക്ക് ചെയ്യാം. സമയം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. 30 മിനിറ്റ് കഴിയുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് ബേക്കായോ എന്നൊന്ന് നോക്കാം. നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്, അതിനർത്ഥം കേക്ക് ബേക്കായി. ഇനി പുറത്തേക്ക് എടുത്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഓറഞ്ചിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ 3 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ കട്ടിയുള്ള തൊലിയും അതുപോലെ തന്നെ അകത്തത്തെ സീഡും എടുത്ത് മാറ്റുക. എന്നിട്ട് കളയാൻ പറ്റുന്ന തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. കണ്ടോ, ഇതുപോലെ കളയാൻ പറ്റുന്നതൊക്കെ അങ്ങ് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ചെയ്തെടുക്കണം. അതിനുശേഷം ഇതൊന്ന് ജ്യൂസ് ആക്കി എടുക്കണം. മിക്സിയിലിട്ട് അടിച്ചിട്ടോ ജ്യൂസറിലോ എങ്ങനെയെങ്കിലും ഇതൊന്ന് ജ്യൂസ് ആക്കി എടുക്കണം. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ എനിക്ക് 1 കപ്പ് ജ്യൂസ് കിട്ടി. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അടിച്ചെടുക്കാൻ. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു തിള വരുന്നു. തിള വന്ന സമയത്ത് ഇങ്ങനെ ഒരു മഞ്ഞ സാധനം മേളിൽ വരും. അപ്പോൾ അതങ്ങ് കോരിക്കളയണം. അത് ഭയങ്കര കയ്പാണ്. അത് എത്രയും കളയാവുന്ന അത്രയും കോരിക്കളയണം. ഇതിപ്പം തിളച്ച് ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇത് തിളയ്ക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പത മുകളിലേക്ക് പൊങ്ങി വരുന്നില്ല. ഇപ്പം ഇതാണ് അതിൻ്റെ പാകം. ആദ്യമൊക്കെ ഇത് തിളച്ച് തൂവാൻ പോലെ ഇങ്ങനെ വരും. പിന്നെ അത് താഴെ തന്നെ പതഞ്ഞ് നിൽക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. അത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കണ്ടോ, നല്ലൊരു സിറപ്പി കൺസിസ്റ്റൻസിയിലേക്ക് ഇത് വന്നു. ഇങ്ങനെ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്കായി വരും. അപ്പോൾ ഇത് തണുക്കും തോറും വീണ്ടും നല്ല തിക്കാകും. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് തിക്കാണെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇത് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റായി കിട്ടും. അപ്പോൾ ഇത് കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ അങ്ങ് മാറ്റിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അടിയിലത്തെ ബട്ടർ പേപ്പറും എടുത്ത് മാറ്റാം. അപ്പോൾ അതിനുശേഷം ഇത് 3 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഓറഞ്ച് എസൻസും 1 ഡ്രോപ്പ് ഓറഞ്ച് കളറും കൂടി ചേർത്ത് സ്റ്റിഫായിട്ട് വരുന്നവരൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ഇവിടെ വിപ്പായി വന്നിട്ടുണ്ട്. ഇനി കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ്, അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് വെച്ചാണ്. വേണമെങ്കിൽ സാധാരണ ഷുഗർ സിറപ്പ് ആണെങ്കിലും എടുത്താൽ മതി. ഇനി നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ഒരു ലെയർ എടുത്ത് അതൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നല്ല തിക്കായിട്ട് ഒരു ക്രീമിൻ്റെ ലെയർ വെച്ച് കൊടുക്കുക. വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കിയ ഓറഞ്ചിൻ്റെ ഒരു ഫില്ലിങ്. അപ്പോൾ എൻ്റെ നല്ല തിക്കായിട്ടായിരുന്നു. അപ്പോൾ ഞാനത് ഡബിൾ ബോയിൽ മെത്തേഡിലൊന്ന് മെൽറ്റാക്കി എടുത്താണ്. അതൊന്ന് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അത് ഒരുപാട് അറ്റം വരെ അങ്ങ് പരത്തി കൊണ്ടുപോകണ്ട. കാരണം അടുത്ത ലെയറും വെച്ച് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിത് കറക്റ്റായിട്ട് വന്നു. 2 ലെയറിൽ വെക്കാം, കറക്റ്റായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ ക്രഷൊക്കെ ആണെങ്കിലും വെച്ച് കൊടുക്കാം, റെഡിമെയ്ഡ്. അപ്പം ഏറ്റവും താഴത്തെ ലെയറാണ് മേളിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി
ഇനി സാധാ ചെയ്യുന്ന പോലെ തന്നെ അത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ക്രം കോട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ക്രം കോട്ട് ചെയ്തൊന്ന് തണുപ്പിക്കാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രം കോട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ഭംഗിയൊന്നും ഈ സമയത്ത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിവിടെ ക്രം കോട്ട് ചെയ്തു. ഇനി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനൽ ഐസിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രം കോട്ട് ചെയ്ത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്, അതായത് നമ്മൾ ഫൈനൽ ഐസിങ്ങിൽ ക്രംസ് ഒന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 രീതിയിലുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പം പൈപ്പിംഗ് ബാഗിൽ ക്രീം വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതാണോ എളുപ്പം ആ രീതിക്ക് അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഓറഞ്ച് ഗ്ലേസ് റെഡിയാക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ വെള്ളമാണ് എടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് ഓറഞ്ച് കളർ കൂടി ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം. ഇത് കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിക്കായി വരും. ഇതൊന്ന് നമ്മളുടെ പാകത്തിന് തിക്കായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ഡ്രോപ്പ് ഓറഞ്ച് എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ചേർക്കരുത്, ഭയങ്കര എസൻസിൻ്റെ ടേസ്റ്റായി പോകും. ഓഫ് ആക്കിയതിന് ശേഷം എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് എത്ര തിക്നെസ് വേണോ അതനുസരിച്ച് അങ്ങ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞ് കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ക്രീമിലേക്ക് 2-3 ഡ്രോപ്പ് ഓറഞ്ച് കളർ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്താണ്. അതിനുശേഷം പൈപ്പിംഗ് ബാഗിലാക്കി 1M നോസിലാണ് ഇട്ടിട്ടുള്ളത്, അതായത് സ്റ്റാർ നോസിൽ. അതിനുശേഷം റോസറ്റ് ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മുകളിൽ മാത്രമേ ഞാൻ ഈ റോസറ്റ് ഡിസൈൻ ചെയ്യുന്നുള്ളൂ. സൈഡ്സിലാണ് ഞാൻ ആ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഗ്ലേസ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ വേണം ഇത് തണുത്ത കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം അങ്ങനെ ചെയ്യാം, ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇഷ്ടമുള്ള രീതിക്കൊന്ന് ചെയ്തെടുക്കാം. ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സ്മൂത്തായിട്ടാണ് കട്ടായി പോകുന്നത്. അപ്പോൾ സൈഡിൽ ആ ഡ്രിപ്പാക്കി കൊടുത്തത് ഞാനിതൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തായിരുന്നു. കണ്ടോ, 3 ലെയർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കഴിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഫുൾ ഓറഞ്ചിൻ്റെ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി കേക്കാണ്. ഇപ്പോൾ ഓറഞ്ചൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.